സ്വീസോ വ്ളോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് ട്രിപ്പൊന്നും പോകണമല്ല. നമ്മൾ JS ആർമിയുടെ ഡ്രൈവർമാർ, കിളിമാർ, പാക്കേജർമാർ ഈ 3 കൂട്ടായ്മയും ചേർന്നുകൊണ്ട് ഒരു കിടിലൊരു ട്രിപ്പ് പോവുകയാണ്. വാഗമണ് തന്നെ. നമ്മൾ സ്ഥിരം പോയി കിടക്കുന്ന സ്ഥലം തന്നെ. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ഈ 2 മാസമേ ഉള്ളൂ നമുക്ക് ഓഫ് സീസണായിട്ട്. അപ്പോൾ ഓഫ് സീസണിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഒരു ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 3-4 വണ്ടികളായിട്ട് നറുക്കിട്ട് കാവല്, ദേവനന്ദ, പിന്നെ നമ്മളെ വി സോഫ്റ്റ് എല്ലാം കൂടെ ഇട്ട് നറുക്കിട്ടപ്പോൾ വീണത് നമുക്കാണ്. വി സോഫ്റ്റിലാണ് വീണത്. അപ്പോൾ അങ്ങനെ വി സോഫ്റ്റിലാണ് ട്രിപ്പ് പോകണത്. അതായത് നമ്മളെ ഭാഷയിലാണ് ട്രിപ്പ് പോകണത്, മാണിക് ഭാഷയിലാണ് ട്രിപ്പ് പോകണത്. അപ്പം കണ്ണചേട്ടൻ കൊറ്റാമത്തെന്ന് എടുത്ത് നെയ്റ്റങ്കരയിൽ നിന്ന് വഴിമുക്കിൽ നിന്ന് നേരെ ബാലരാമപുരം, പിന്നെ പ്രാവച്ചമ്പലം, അങ്ങനെ ഓരോ ജംഗ്ഷനിൽ നിന്ന് നമ്മളെ കൂട്ടുകാരന്മാരെല്ലാവരും എടുത്തെടുത്താണ് പറഞ്ഞത്. ഞാൻ കയറുന്നത് ബാലരാമപുരത്തു നിന്നാണ്. എൻ്റെ സ്ഥലം ബാലരാമപുരമാണ്. അപ്പോൾ ഞാൻ ഇനി ബാലരാമപുരത്ത് ചെന്നിരിക്കണം. അവർ കൊറ്റാമത്തുനിന്ന് നമ്മളെ പമ്പിൽ നിന്ന് വണ്ടി എടുത്തെന്ന് പറയാനായിട്ട്. നമ്മൾ വണ്ടി ഒതുക്കുന്ന പമ്പാണ്, നമ്മൾ സ്വന്തം പമ്പല്ല, നമ്മളെ വണ്ടി ഒതുക്കുന്ന പമ്പിൽ നിന്ന് വണ്ടി എടുത്തെന്ന് പറയാനായിട്ട്. അപ്പം ഞാൻ നേരെ ബാലരാമപുരത്ത് പോവുകയാണ്. സമയത്തിന് എത്തിയില്ലെങ്കിൽ എന്നെ വണ്ടി കയറ്റില്ല, അവർ ഇറങ്ങി. ഭാഷയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മളെ മാണിക് ഭാഷ ബാലരാമപുരം ജംഗ്ഷനിലെത്തി. ഞാൻ കുറച്ച് താഴെ നിൽക്കുന്നത്. രാവിലെ ബസ് കയറുന്ന കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് എൻ്റെ വണ്ടി അവിടെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കണ്ട, താഴെ നല്ല സന്തോഷമായിട്ട് കട്ടെ. നമ്മളെ ചെറുക്കൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് ലൈറ്റ്, നെയിം ബോർഡ് എല്ലാം കിട്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചെറുക്കായി. ഇടല്ലേ അവകാശകരം നമ്മൾ അടിമാലിയണ്ണൻ തേങ്ങ ഉടയ്ക്കാൻ പോവാണ്. അലാലിയണ്ണൻ അടിമാലിയണ്ണന്റെ പൂജയും തേങ്ങ ഉടപ്പുവാണ്. അടിമാലിയണ്ണന്റെ തേങ്ങ ഉടപ്പാണ്. അതിമഹാജ വണ്ടി പൂജാരിയൊക്കെ വണ്ടി കയറി. Salimos por la carretera, la gente a mí me pregunta y yo le digo que yo estoy Mariana. ജയസിനൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തെ കണ്ടിട്ടില്ലെങ്കിലും ഒരു ചെറിയ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അല്ല. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച അദ്ദേഹത്തിന്റെ ഒരു പ്രേതാനുഭവമാണ്. അതായത് നമ്മൾ അവസാനം വരെയും ഈ സന്തോഷം എല്ലാവർക്കും കാണണം. ഒന്ന്, രണ്ടാമത് ആരും തമ്മിൽ പിണങ്ങി പോകാനോ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളെ ഓരോ വഴിക്കും വരും. ആവശ്യമില്ലാത്ത കേസുകളൊന്നും ആരും പോയി ഏറ്റെടുക്കരുത്. നമ്മളെല്ലാവരും സന്തോഷകരമായിട്ട് അവസാനം വരെയും ഈ ട്രിപ്പ് നമ്മൾ അടിപൊളിയായിട്ട് തിരിച്ചു വരണം. അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാ ഇരിക്കുന്നവൻ ഏത് അവനാണെങ്കിൽ അവനെ ഞാൻ എടുക്കും. ആരാ? ഞാനാ ഇതിന്റെ ഓണർ. പിന്നെ രണ്ടാമത് ഫ്രണ്ടില് ആരും പോയിരിക്കരുത്. ഡ്രൈവർക്ക് മാന്ത്രികരിൽ മഹാമാന്ത്രികൻ, മന്ത്രജാലവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും അറിയുന്ന കടമറ്റത്ത് കത്തനാർ പൗലോസ് എന്ന് പറയുന്ന ഒരു ദരിദ്രബാലൻ എങ്ങനെയാണ്
പ്രേതങ്ങളും യക്ഷികളും വരെ ഭയപ്പെട്ടിരുന്ന കടമറ്റത്ത് കത്തനാരായി ഈ നിൽക്കുന്നതാണ് കൊച്ചു മോനാണ്. പിന്നെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ്. അറിയാത്ത പലരുണ്ട്. എന്റെ പേര് സ്റ്റെബീനാണ്. എല്ലാരും ഒന്ന് പേര് പറയാം. കാര്യം നമുക്ക് അറിയാത്ത പലരും. അല്ല അവന് പരിചയമില്ലാത്ത എനിക്ക് നിന്റെ പരിചയമില്ല, അവനെ പരിചയമില്ല. പലർക്കും കാര്യം പൈസ കളക്ട് ചെയ്ത് ജയശ്രീ കൊടുക്കാണ്ടാണ്. കാപ്പ് കുടിക്കാൻ നിർത്താറായി. പൈസ കളക്ട് ചെയ്യൂ. ട്രാവൽസിന്റെ പേരൊക്കെ പറഞ്ഞ് എല്ലാരും പറയണം കേട്ടോ. ട്രാവൽസ് ആണ് എന്റേത്. കൊറ്റാമോ നെയ്യാറ്റിൻകര കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ലാലി ഡോംഗ്ലി ട്രാവൽസ്. മാനേജറാണ്ട് പാർട്ട്ണറാണ്ട് ഓണർ ആരാന്ന് എനിക്കറിയാം. ഇവിടെ എല്ലാവർക്കും അറിയോ? എന്നെ അറിയാം നിനക്ക്? അങ്ങനല്ല ഇന്നലെ രാത്രി വരെ ഈ ട്രിപ്പ് പോകുന്നു ഒരിക്കലും വിചാരിച്ചതല്ല. നമ്മൾ ടൂർ ആരംഭിച്ചപ്പോ 50 പേരിന് മേലുണ്ടായിരുന്നു. ഇപ്പം വളരെ ആള് ചുരുക്കമാണെങ്കിലും ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഫുള്ള് പൊട്ടിക്കുന്ന കാര്യമല്ല, നമ്മളൊരു പോകുന്നൊരു കാര്യം തീരുമാനിച്ച് നമ്മളത് പോയിരിക്കും. ഇന്നലെ നമ്മളെ അച്ഛൻ വിദ്യാനന്ദ സാമന്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമ്മൾ പോകുമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോയിരിക്കും. പിന്നെ ഇതിൽ പരിചയമില്ലാത്ത ശ്രീനാഥ് കാവില് സുന്ദരി സുന്ദരി യൂറോ വരെ 3 നിൽക്കുന്നല്ല ടൂർ പറഞ്ഞ യൂറോ വരെ 3 നിൽക്കുന്ന സുന്ദരി കാണിച്ചു. ജയസേ ഓക്കെ, ബാക്കിയെല്ലാം തിരിച്ചു വരുമ്പോ അപ്പൊ എല്ലാം അപ്പൊ ഈ പറഞ്ഞ ആരാന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? ലാലി ഡോംഗ്ലി. എന്റെ പേര് വിജിൻ എന്നാണ്. ഞാൻ വി സോഫ്റ്റില് ഓണർ ചെറിയ ഓണർ. ഞാൻ 34 സീറ്റാണ് ഓടുന്നത്. ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ പേര് മലാക്ക് എന്നാണ്. ഞാൻ അതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ട്രിപ്പ് വരാൻ വേണ്ടി ഒരു രീതിയിലും സാധിക്കില്ല എന്നാണ് ഞാൻ ഇന്നലെ രാത്രി വരെ ഞാൻ കരുതിയത്. പിന്നെ രാവിലെ കണ്ണൻ ചേട്ടൻ വിളിച്ച് വരാൻ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ എത്തിയത്. പിന്നെ എന്റെ വണ്ടിയുടെ കിളിയായ ജിത്തുവിനും കൂടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണൻ ചേട്ടൻ ഓസിന് ആരെയും കയറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ട് അവനെ ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ ഈ ട്രിപ്പ് എല്ലാവരും മനോഹരമായി എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. അടുത്ത് ഞാൻ കൈമാറുകയാണ് അടിമാലിയിലേക്ക്. പിന്നെ എല്ലാവർക്കും ട്രിപ്പ് വന്ന് സന്തോഷമുണ്ട്. ഇനി ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു. ഗേൾസ് ഇല്ലാത്തോണ്ട് ഒരു ഇതില്ല. എന്തില്ല മനസ്സിലായല്ലോ. അപ്പോൾ അതിന്റെ ഞാൻ ആദ്യം വണ്ടി എടുത്തപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് മാനേജറും ഇതെല്ലാം. പക്ഷേ കാവൽ ക്ലിയറായിട്ട് പോകുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവരും ട്രിപ്പ് ആദ്യം എൻജോയ് ചെയ്യുക. ഈ ബസ് എങ്ങനെ നിർമ്മിച്ചു? ഈ ബസ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അല്ല, അങ്ങനല്ല. ഈ ബസ് എങ്ങനെയാണ് നിർമ്മിച്ചത്? പ്രകാശ് പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ബസ്സിന്റെ ഓണർ പൈസ മുടക്കുന്നതുകൊണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളും ഇവനാണ് ചെയ്യുന്നത്. ഞാൻ അവൻ്റെ ഫോൺ കൊടുക്കാം. 2 വാക്ക് അവൻ സംസാരിക്കുന്നു. ഈ വണ്ടി എങ്ങനെയാണ്? ഭാഷ ഞാൻ കൊടുക്കാം. അങ്ങനെ പക്ഷെ അവനെ കണ്ണൻ എന്നാണ് എല്ലാരും വിളിക്കുന്നത്. മെന്റൽ കണ്ണൻ. മെന്റൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുമ്പോഴും ചെറിയൊരു മെന്റൽ ഉണ്ട്. അത് അങ്ങനെ പോകണം. അപ്പൊ ഞാൻ അവരെ കൊടുക്കുകയാണ്. അവ എഴുതിയിട്ട് 2 പ്രസംഗം.
പ്രിയ സുഹൃത്തുക്കളെ, അതാണ് പ്ലസ് പോയിന്റ്. ഞാൻ ഈ സോഫ്റ്റിന്റെ ഡ്രൈവറാണ്. ഭാഷയുടെ 4 വർഷമായി അവൻ പോകുന്നു. ഇതുവരേക്കും അങ്ങനെ അത്യാവശ്യം ഇതൊക്കെ പോണു. പിന്നെ ഈ ടൂറ് നേരത്തെ ലാലി പറയും പോലെ നടക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. പക്ഷേ നടക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രയത്നിച്ച്. പിന്നെ വണ്ടി മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ കുലുക്കി തുണ്ടിട്ടൊക്കെ എടുത്തപ്പം എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ വണ്ടി വന്ന് പിന്നെ എനിക്ക് നിവർത്തിയില്ല. പിന്നെ വന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, കുറച്ച് റീച്ച് കൂടുതൽ കിട്ടും. പിന്നെ ഞാൻ ഫാമിലി ട്രിപ്പിൻ്റെ ആളാണ്. കോളേജും സ്കൂളും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മൾ ടൂർ വരുമ്പം ടൂറിൻ്റെ വൈബായിട്ട് പോകണം. ഈ അവിടെ പോയിട്ട് റിസോർട്ടിൽ പോയിട്ട് വണ്ടി വാടക പിന്നെ മറ്റോ അങ്ങനെ ഇരിക്കുന്ന ആ സംസാരമൊന്നും പാടില്ല. അടിച്ച് പൊളിക്കുക, എൻജോയ് ചെയ്യുക. കാര്യം നമ്മളെല്ലാവരും പല പല ഗസ്റ്റിനെയും കൊണ്ട് നമ്മൾ ഓട്ടം പോയിട്ടുണ്ട്. നമ്മളെല്ലാം ഹോട്ട് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുക എന്നുള്ള കർത്തവ്യം മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഡ്രൈവറായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് അതിൻ്റെ വൈബെന്ന് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ഈഗോ, പിണക്കം, പിന്നെ വാശി, വൈരാഗ്യമൊന്നും ഇല്ലാതെ സന്തോഷിച്ച് പോവുക. ഈ ട്രിപ്പ് നല്ല മംഗളമായിട്ട് നമുക്ക് എത്തിച്ചേരണം. കാര്യം ഇത് നമ്മുടെ കേരളക്കരയിലെ തന്നെ ഏറ്റവും വലിയ വിജയമാക്കി തീർക്കണം. കാര്യം അസൂയുള്ള പല ആൾക്കാരും വെളിയിലുണ്ട്. അതെനിക്കറിയാം ആരൊക്കെയാണെന്ന്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നമ്മളെ ഈ വണ്ടിക്കകത്ത് ഉള്ള ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് അടിമാലിയാണ്. നമ്മളെ ഗുരുക്കന്മാരുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ ആരെയും കാണണമെങ്കിൽ വല്ല ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഉണ്ടെങ്കിൽ കെട്ടിച്ചെടുക്കുക. അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞാൻ എന്തായാലും ഇരട്ട പേരെന്ന് വിളിക്കുക, അവൻ ചുണ്ടൻ എന്നാണ് വിളിക്കുന്നത്. അണ്ണൻ്റെ ഒരു കണ്ണൻ വിഷ്ണു. വളരെ കണ്ണൻ കാർത്തികനെ ക്ലിയർ. വണ്ടിയൊന്നും ഇല്ല ഇപ്പൊ കാർത്തികയ്ക്ക്. ഞാൻ ലീവാണ് പോണത്. ട്രിപ്പ് പൊളിക്കണം, വേറെ വിഷയമൊന്നും വേണ്ട, സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ അടുത്തതായി എനിക്ക് ഈ 2 പയ്യന്മാരെയും പരിചയമില്ല. അത് എന്താണെന്നുള്ളത് കറക്റ്റ്. ഓക്കെ, എന്റെ പേര് കണ്ണൻ. എല്ലാ കണ്ണനും ഞാൻ ദേവനന്ദ ശ്യാമേട്ട് 32 ഓടുന്നത്. മനസ്സിലായത്. ദേവനന്ദ ശ്യാമേട്ടിന്റെ മൊട്ടേരെ 32 ഞാൻ ഓടുന്നത്. എന്റെ പേര് കണ്ണൻ എന്നാണ്. ഞാനും ദേവാനന്ദ ഫാമിലിയിൽ നിന്ന് വന്നതാണ്. ഓക്കെ, എന്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു SL ട്രിവാൻഡ്രം. ദേവാനന്ദന്റെ ഡ്രൈവറാണ്. വാസുകിപതി. അപ്പൊ ഈ ട്രിപ്പിൽ കുറച്ചുപേര് വന്നില്ല, വരാത്തതിൽ വിഷമമുണ്ട്. പേരെടുത്ത് തന്നെ പറയാം. ഒന്ന് അനീഷേട്ട്, ഇന്ദ്രയത്ത്, പിന്നെ ബെല്ലാരിയിലെ കുട്ടു, ശ്രീജോണ്ട് എല്ലാവരും വരുമെന്ന് പറഞ്ഞ് അവരാരും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വേറെ ഒന്നുമില്ല, അടിച്ചു പൊളിക്കുക ട്രിപ്പ്. അവന്മാരെ ഞങ്ങൾ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇതാ അവൻ്റെ കൊടുക്കും. കഴിച്ചോ. ഇങ്ങോട്ടോ. ഹലോ ചേട്ടാ, എൻ്റെ പേര് നിതീഷ് എന്നാണ്. ഞാനിവിടെ കഴുകുടത്താണ് താമസിക്കുന്നത്. ഇപ്പം ഹോഡോ ട്രാവൽസിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ ഈ ടൂർ വന്നതിന്റെ മെയിൻ ഉദ്ദേശം അടിച്ചു പൊളിക്കാൻ കൂടെ അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു 10-50 കണ്ടന്റുമായിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ. അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാനിവര് വന്നത് ടൂറ്. ഇതൊക്കെ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ ഇത് തന്നെ എല്ലാരെയും ഊക്കണം. പിന്നെ അടിമാലി അണ്ണനെ ഊക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതെ. അടിമാലി അണ്ണന്റെ ഒരു കണ്ടന്റ് ചെയ്യും. എല്ലാവരും ശരവണെന്നാണ്
ശരി, നമ്മുടെ തിരുവനന്തപുരം സ്റ്റാറായ വോൾവോ സ്കാനിയ അങ്ങനെയുള്ള മൾട്ടി ടാസ്കുകളെല്ലാം ഓടിക്കുന്ന ക്രിക്കറ്റിന്റെ സച്ചിൻ ടെണ്ടുൽക്കർ വരെ കൊണ്ടുപോകുന്ന നമ്മുടെ ശ്യാം ചേട്ടൻ മാത്രമേ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ശ്യാമിൻ്റെതും ഡോങ്ക്ലിയും മാത്രമേ എടുത്തോളൂ. ഞാൻ കൊടുക്കുകയാണ്. അഭിലാഷ് അണ്ണ നിങ്ങളെ അഭിപ്രായം പറ. ഞാൻ ഡോൺലിയുടെ അമ്പാൻ്റെ ഡ്രൈവറാണ്. എങ്ങനെ മുതലാളിയെ വെട്ടിച്ചിട്ട് അതിൻ്റെ ഓണറാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ടൂറിൽ വന്നതിലെല്ലാം വളരെ സന്തോഷം. ഞാൻ അത്ര ആഗ്രഹിച്ചല്ല. അതിന് കണ്ണമ്പായിക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. പഴയ വണ്ടി ഓട്ടിക്കുമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പുതിയ വണ്ടികളോട് താല്പര്യമില്ല. പുള്ളിക്കാരൻ്റെ പഴയ വണ്ടികൾ BS3-യോടൊക്കെയാണ് താല്പര്യം. അതിന് കണ്ണൻചേട്ടനോട് വളരെ നന്ദി പറയുന്നു. അതേപോലെ തന്നെ അടിമാലിയുടെ അടുത്തും പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് വരെ ചെറ്റ സ്വഭാവം കാണിച്ചിട്ട് വൈകിട്ടായാലും വന്നു, അത് വളരെ നന്ദിയുണ്ട്. പിന്നെ എൻ്റെ മുതലാളിക്കും പ്രത്യേകിച്ച് ജോണി ചേട്ടനും വളരെ നന്ദി അറിയിച്ചുള്ളൂ. ടിനു വരൂ. ടിനു ഹലോ സുഹൃത്തുക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ടിനു. മുത്തെന്ന് പറഞ്ഞ വണ്ടിയിലെ ഓക്കെ. എല്ലാവർക്കും നല്ല സന്തോഷം. എന്നെ കുറച്ച് പേരൊക്കെ എനിക്കറിയാം, കുറച്ച് പേരെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒന്ന് പരിചയപ്പെടും. പക്ഷെ നമ്മളൊരു ബെൽറ്റ് ആയിട്ട് ഇവിടെ ഇറങ്ങുള്ളൂ, വേറെ മാറ്റമില്ല. ഓക്കെ, പൊച്ചക്കയറായിട്ട് ഇവിടെ ഇറങ്ങുള്ളൂ, പൊട്ടാത്ത പൊച്ചക്കയറി. ഓക്കെ ഓക്കെ, ടൂർ അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം, പൊളിക്കണം. ഓക്കെ, അടുത്തത് നമ്മുടെ ഗജൻ ട്രാവൽസും അതിന്റെ മുഖ്യ നേതാവുമായ ഇപ്പോൾ കാവിൽ കിച്ചുവിന്റെ വണ്ടി ഓടുന്നു. കാവിൽ കിച്ചു കിരൺ ഹംസ ഓടുന്ന നമ്മുടെ ഷാനോ. കാവിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രൈവർമാരെല്ലാവരും ഒരുമിച്ച് ട്രിപ്പ് പറഞ്ഞത്. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ ട്രിപ്പ് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മള് അതുകൊണ്ട് മാക്സിമം നമ്മൾ എൻജോയ്മെന്റ് ചെയ്ത് അടിച്ചു പൊളിക്കുക. ഓക്കെ, ആര്യനാടിന്റെ മുത്തും ഏതൻ ട്രാവൽസിന്റെ മാനേജറുമായിരുന്ന ഇപ്പോൾ എക്സ്പെഡീഷൻ ആൻഡ് അത് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്റെ ഇംഗ്ലീഷ് എല്ലാവർക്കും കറക്റ്റ് അറിയാം. ഒന്നുമില്ല, കുടിക്കല വലിക്കല ശമ്പൂല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു രീതിയല്ല. എൻ്റെ പേര് മഹേഷ്. ഞാൻ അരവിന്ദൻ്റെ JS എക്സ്പെഡീഷനിലെ പാക്കേജറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്യുക. നല്ലൊരു ട്രിപ്പ് ആയിരിക്കട്ടെ. അത്രയേ ഉള്ളൂ. വരൂ. എൻ്റെ പേര് അഖിൽ. ഞാൻ ഫ്ലൈയിങ് ആരോ സ്ഥലം വന്നിട്ട് ഇങ്ങനൊരു അവസരം തന്നതിന് അരവിന്ദേട്ടന് കാണാൻ വേണ്ടി എല്ലാവരും അടിച്ചു പൊളിക്കുക. നമ്മുടെ ശ്രീനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ട്രാവൽസ് ജോലി ചെയ്തതാണ് തോന്നുന്നു. അവിടുത്തെ അവനെ വെടിവെച്ചാൽ പോവില്ല. എനിക്ക് അതുകൊണ്ട് അവനെ ഞാൻ ഇരുട്ടപ്പേർ എന്തായാലും പറയുന്നില്ല, വെടിയൻ എന്നൊക്കെ പറയും. പക്ഷെ അവനെ ക്ഷണിക്കുകയാണ്. വരും. ഇപ്പോൾ അത് അവൻ പരിചയപ്പെടുത്തും. ഇപ്പൊ കാവിൽ നമ്മുടെ കിരൺ കിച്ചു അവന്റെ കമ്പനിയുടെ വണ്ടിയാണ് കൊടുത്തത്. ഞാൻ അവനെ കൊടുക്കാം. എൻ്റെ പേര് ശ്രീനാഥാണ്. നേടാണ് താമസിക്കുന്നത്. ഞാനിപ്പം കാവിലിൻ്റെ ഹംസ കൂടെയാണ്. പിന്നെ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വാരണാസിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. വാരണാസി ജയസിനറിയാം, നമ്മൾ വാരണാസിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് മാറി നമ്മൾ അവിടെ ഓഫ് സീസൺ ജയസ് നമ്മളെ പറഞ്ഞു പറ്റിച്ച്, നമ്മൾ പോയിട്ടില്ല, നമുക്ക് അറിഞ്ഞൂടാ, നമ്മളെ പറഞ്ഞു പറ്റിച്ച് ആകെ കൊണ്ടുപോയാണ്. പിന്നെ അടിമാലി ഇന്നലെ വരൂരെന്ന് പറഞ്ഞ് പിന്നെ സുന്ദരി എന്നെ വിളിച്ച് പറഞ്ഞ് അടിമാലിച്ചേട്ടൻ പറഞ്ഞില്ല, നീ പറഞ്ഞാൽ വരുമോ? ഞാൻ 40 അയച്ചു കൊടുത്ത്
45 തുണ്ട് അടിമാലി പറഞ്ഞ് നാളെ നാ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അടിമാലി വന്നത്, അങ്ങനെ അടിമാലി വന്നത്. പിന്നെ ഈ ട്രിപ്പിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മളൊരു 10-18 പേർ അടങ്ങുന്ന ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഈ നമ്മൾ ആദ്യം ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ നരേന്ദ്രമോദിയെയും പിന്നെ പിണറായി വിജയനെ മാത്രം ബെൻഡിൽ ആഡ് ചെയ്തില്ല, ബാക്കി എല്ലാവരും ആഡ് ചെയ്തു. ഉറങ്ങണ സമയത്ത് പറഞ്ഞു, മോൻ്റെ മക്കളെ എൻ്റെ ഫോണിന് എത്ര നമ്പറുണ്ട് എല്ലാവരും ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ബെൽറ്റ് എന്നുള്ളത് ഒരു വടമാക്കി ബെൻഡിൽ. പക്ഷേ അസന്തോഷമാണ്, എല്ലാവരും നമുക്ക് കുറച്ച് അറിയേണ്ട ആൾക്കാരുണ്ട്, അറിയേണ്ടതിൽ അറിയാം. എന്നാലും അടിപൊളി നമ്മൾ ട്രിപ്പ് പോകണം. പിന്നെ ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത JS എക്സ്പെഡിഷൻ സ്റ്റുഡിയോ ആൻഡ് ഫോട്ടോസ്റ്റാറ്റിക് DTPക്ക് സന്തോഷം. പിന്നെ ജേസ് പൊത്ത നിൽക്കറിയുന്നു ഇങ്ങനെ അല്ല അങ്ങനെ വേണം. മനസ്സിലായില്ലേ? ഇന്നൊരു എവിടെയും ക്യാമറയുണ്ട്. ശ്യാമണ്ട ഇന്നലെ 2000 മാറ്റേണ്ട 2 സാരി എടുത്തെന്ന് പറഞ്ഞിട്ട് ശ്യാമണ്ട ഇല്ലണ്ണ. ഓക്കെ, ശ്യാമണ്ണ പറയുന്നുണ്ട്. അപ്പം ട്രിപ്പ് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഈ ട്രിപ്പിനെ കുറേ ആൾക്കാർ നോക്കി കാണുന്നുണ്ട്. നമ്മൾ കുറേ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സംരംഭങ്ങൾ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പുകളും നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് ഒന്ന് നമ്മളെ ഗ്രൂപ്പാണ് കൈത്താങ്. കൈത്താങ് ഗ്രൂപ്പ് തുടങ്ങി ഞാൻ തന്നെ. പിന്നെ അതേപോലെ JS ആർമി, ഇതെല്ലാം. പക്ഷേ എന്നാലും നമ്മളൊരു സാധനം ചെയ്തിട്ടേ അത് പല ആൾക്കാർ നോക്കിക്കൊണ്ടിപ്പുണ്ട്. ചിലപ്പോൾ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ JSൻ്റെ പേരിൽ കുറേ കുറ്റം വന്നത്. അവന് ട്രിപ്പില്ല, അവൻ ട്രിപ്പ് എടുക്കാൻ വേണ്ടി എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് കുറേ കുറ്റങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ വന്ന ആൾക്കാരെ കൊണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും കൊല്ലത്ത് ട്രിപ്പ് വന്നിട്ട് എൻ്റെ അളിയെ എൻ്റെ പറഞ്ഞ അളിയ ട്രിപ്പ് എടുക്കൂല. പിന്നെ കണ്ണച്ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ പഠിച്ചാണ്, ചേട്ടൻ വിളിക്കുന്നത്. പിന്നെ സുന്ദരിക്ക് പറയാൻ, സുന്ദരി വിഷമം വേറൊന്നുമില്ല. സുന്ദരിയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഇതായില്ല, ഇത്രയും കോസ്റ്റ്യൂം വാങ്ങിച്ചില്ല. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സെറ്റ് ചെയ്യാൻ ഒരേപോലെ ഡ്രസ്സ് നിങ്ങളുടെ കൂടെ ജോബിരാജനും മറ്റേ വിജയരാജനും ഒന്ന് നീ അവനെ പേച്ചാന്നുള്ളി കാര്യം ആയിരം. അപ്പോൾ നീ ഡ്രസ്സ് പോയി ലാലി മാമായി. നമ്മുടെ അടുത്ത എന്ന് പറയുമ്പോൾ അച്ചു, ഞാൻ അവനെ കാണുന്നത് മറ്റേ തടത്തിൽ ട്രാവൽസിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ അവൻ ഹീലിയോസിന്റെ വണ്ടി ഓടിക്കുകയാണ്. അപ്പം അവന് വേണ്ടി അവൻ ഫ്രണ്ടിലേക്ക് വരുന്നു. അവൻ അച്ചു, ഞാൻ കടയിൽ കൊടുത്തെന്നാണ് പറഞ്ഞാൽ. ഇപ്പം പ്രത്യേകിച്ച് വണ്ടിയൊന്നും ഓടലില്ല, വീട്ടിൽ തന്നെ. ഈ ടൂർ വരാൻ സഹായിച്ചതിൽ നന്ദി എല്ലാവർക്കും. വരും അതായത് അവൻ നമ്മുടെ അനന്തപുരി എൻ്റെ പേര് യദു. ഈ ടൂർ വരാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് സ്വന്തം അടിമാലി ചേട്ടനാണ്. അടിമാലി ചേട്ടൻ്റെ ലാസ്റ്റത്തെ ഒരു 18ാം തടവ് എനിക്ക് പറഞ്ഞു തന്ന് അതവിടെ ലീവ് എടുക്കാൻ സഹായിച്ചു. ഇപ്പം പാരീസ് ട്രാവൽസ് ജോലി ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടമായ നമ്മുടെ കാവിൽ കിരൺ മുന്നോട്ട് വരൂ. കേരളക്കരയാകെ തരംഗം സൃഷ്ടിച്ച കാവിൽ കിരൺ 2 വാക്ക് സംസാരിച്ചേ ഒക്കുള്ളൂ. ആരും പിടിക്കണ്ട, അവൻ വരും. എന്റെ പേര് കിരൺ. കാവിൽ ഹോളിഡേസ്. ഈ ട്രിപ്പ് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇതില് ഏകദേശം ആദ്യം ഒരു 100-130 വരെ എങ്ങാണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പം കുറഞ്ഞ ഈ 35 ആക്കി. നമ്മൾ ഈ ട്രിപ്പ് പൊളിക്കും, വേറൊന്നും പറയാനില്ല. കിച്ചു നീ എന്തിനു ഫ്രണ്ട് ഇരിക്കണം, ഇങ്ങോട്ട് പോകണേ. മറ്റേ പുണ്യാളൻ ഷൈജുവിന്റെ കൂടെയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ എത്തിഹാദ് സംബന്ധമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കണം. എൻ്റെ പേര് ശംഭു. ഇത്തിഹാദിലാണ് പോകുന്നത്. ഈ ടൂറ് വരാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം.
ഞാൻ പെരിങ്ങമലയിൽ വന്ന സമയത്തും ഉണ്ടായിരുന്ന ട്രാവൽസാണ് ദേവനന്ദ് ട്രാവൽസ്. അതിന്റെ ഓണറുമായി 2 വാക്ക് സംസാരിക്കാൻ അവനെ ഞാൻ ക്ഷണിക്കുന്നു. പിന്നെ വേറൊരു കേസ്, അവൻ ഓടിക്കുന്നത് മൾട്ടി ആക്സിൽ, സ്കാനിയ, വോൾവോ ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ഓടിക്കുന്നത്. പിന്നെ അവൻ സച്ചിൻ തെണ്ടുൽക്കറെയൊക്കെ എല്ലാ ദിവസവും സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു കൊണ്ടിരുന്നവനാണ്. അപ്പൊ അവന് 2 വാക്ക് സംസാരിക്കാൻ അതിൽ കൊടുക്കുക. പറയാനായിട്ട് ഒരുപാടുണ്ട്. കാര്യം നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം തുടങ്ങി ഇത് പലരായിട്ട് ഇതിനകത്ത് ഇപ്പോൾ 29-30 പേരേ ഉള്ളൂ. ഈ 30 പേരുണ്ടാക്കാൻ നമ്മൾ 150 പേരുടെ ഇടയിൽ പോയി. ഇതിനകത്ത് ആരും ഓണർമാരല്ല, ഇതിനകത്ത് ആരും ഡ്രൈവർമാരല്ല, അങ്ങനെ ഒരു രീതിയിലല്ല പറയണം. ഈ നമ്മളൊരു ആദ്യം ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, അതായത് ഒരു കൈത്താങ്, അതായത് ഇവൻ വഴിയാണ് തുടങ്ങിയത്. അന്നോട്ട് ഇന്ന് വരെ എനിക്കറിയാവുന്നവരും എനിക്ക് അറിഞ്ഞുകൂടാത്തവരും നമുക്കറിയാവുന്നവരും അറിയാത്തവർക്കുമായിട്ട് നമ്മൾ ഒരുപാട് പേര് കഷ്ടപ്പെടുത്തി. ഒരുപാട് എന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ കേൾക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഈ ഡ്രൈവർമാരെ, ഞാൻ ഡ്രൈവറായിട്ട് തുടങ്ങിയാണ്. നമ്മൾ ഡ്രൈവർ ആയതുകൊണ്ട് മാറ്റി നിർത്തിയ പല സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മളെ കൂടെ നിന്ന നമ്മൾ പലർക്കും, ഞാൻ ഈ അടിമാലി യവൈ പിന്നെ നമ്മളൊരു 4-5 പേരായിട്ട് ഒരുപാട് പേര് ഇപ്പം നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറഞ്ഞ ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അത് നമ്മളെ കൂടെ ഉള്ള അത് ഈ ഒരു ട്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമ്മളെ തകർക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഈ ഗ്രൂപ്പിനെ തകർക്കാനായിട്ട് കൈത്താങ് എന്നുള്ള സാധനത്തെ തകർക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അവിടെ ഇത് ഈ 30 പേരെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു ജനറേഷൻ. കാര്യം ഇപ്പൊ ഞാനും ഈ അടിമാലിയും ഈ രതീഷും ഈ കണ്ണനും ഒക്കെ കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരുമ്പോൾ, ഒരു കൊച്ചിന്റെ ആവശ്യം അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള ഡ്രൈവറിന്റെ ഒരു ആവശ്യം വരുമ്പോൾ അത്രയും വായിട്ടിളയ്ക്കണം. ആ ഗ്രൂപ്പിനകത്ത് വായിട്ടിളക്കി 5 പേരെ കാണുള്ളൂ. ഒന്നി ഞാൻ അല്ലേ ഇവൻ കണ്ണൻ. കാര്യം ഒരിക്കലും ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു എനർജി ഒരാളുടെയും കണ്ടിട്ടില്ല. അത്രയും കിടിലാണ് കണ്ണൻ. കാര്യം അവന് ഒരു കാര്യം അവൻ എന്ത് ആവശ്യമുണ്ട് എപ്പോഴും ചേട്ടാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവൻ എന്നെ വിശ്വസിച്ച് വിളിക്കുമ്പോൾ അവന് 100% ഉറപ്പുണ്ട് ഞാൻ അതിനകത്ത് നിൽക്കും. അതിപ്പോ നമ്മൾ ലാസ്റ്റ് ആ കൊച്ചിന്റെ കാര്യം വരുന്നല്ലോ, ആ കൊച്ച് വീഴുന്ന് അടുത്ത സെക്കൻഡ് ഇവന് വിളി പറഞ്ഞ് ആ വിളി കഴിഞ്ഞ് അടുത്ത് ഫോൺ അവൻ എന്നെയാണ് വിളിക്കുന്നത്. ചാവണ്ണ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമ്മളെ പയ്യനാണ്. എനിക്ക് ആ പയ്യനെ കണ്ട പരിചയമുള്ളൂ, ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവിടെ ആ മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെ കഴിവിൻ്റെ, അതായത് ആ കൊച്ചിനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിനിടയ്ക്ക് മാക്സിമം അവിടെയുള്ള ഡോക്ടർമാരെ കൊണ്ടുവന്ന് സർജറി വരെ ദൈവത്തിന്റെ കാരണം കൊണ്ട് അപ്പോൾ ആ സമയത്ത് ഇവൻ TVS നിൽക്കുന്നു. കണ്ണനും നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന ആനന്ദും TVS നിൽക്കണം. അവന്മാരുടെ ഞാൻ ആളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ വരണം. അഭിയുണ്ട്. അപ്പൊ ഇവര് 3 പേരും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് വരണം വെച്ചാൽ നമ്മളാരും ഷാർപ്പായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നവരല്ല, മനസ്സിലായില്ലേ? കാര്യം തിരുവനന്തപുരം ബേസ് ചെയ്ത് നമ്മളാരും നിൽക്കണമല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പം ഇന്ന് ഈ കൈത്താങ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം അതിനെ കൊണ്ടുപോകാൻ നമുക്ക് കുറച്ച് ആൾക്കാരെ വേണം. അതിപ്പം ജയസിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ്, ഇപ്പൊ ജയസിന്റെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അടുത്തൊരു തലമുറയ്ക്ക് നമ്മളിത് കൈമാറണം. കാര്യം നിന്റെ അവിടെ നമുക്കിപ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരും. അവിടെ പ്രശ്നം, ഇവിടെ ഒരുപാട് പേര് ഇതിനു വേണ്ടി നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടി വരും. പക്ഷെ നമ്മൾ അതിൽ അർഹതപ്പെട്ടവരെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു നഷ്ടവും. കാര്യം എൻ്റെ കാര്യം ഞാൻ യുവമാര് പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പല സ്ഥലത്തും എന്നെ അറിഞ്ഞൂടാ, എന്റെ സൗണ്ട് അറിയാം, കണ്ണനെ അറിഞ്ഞൂടാ, കണ്ണന്റെ സൗണ്ട് അറിയാം. പക്ഷെ അടിമാലി എല്ലാവർക്കും അറിയാം. കാര്യം വർഷങ്ങളായിട്ട് അടിമാലി ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അടിമാലി എല്ലാവരും അറിയാം. അപ്പം നമ്മൾ ഏറ്റവും കൂടുതലും നമുക്ക് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ അടിമാലിയും പിന്നെ പമ്പ അനിയണ്ണും, ഇവർ രണ്ടുപേരും സീനിയർ ഡ്രൈവർമാരാണ്. അപ്പൊ ഇവര് രണ്ടുപേരും വെച്ചാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. കാര്യം നമുക്ക് ഇവർ രണ്ടുപേരും കാര്യം ഇവരെ നിങ്ങളെ അറിയില്ല. ഇവരെല്ലാരും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അളിയാ ജയസെ നിന്റെ അടുത്ത് പറയാതെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. കാര്യം ഈ ഇരിക്കുന്ന 30 പേര് ഇത് ബെൽറ്റോ ബോംബോ ഒന്നുമല്ല. പക്ഷെ ഇതിനെ കൊണ്ട് അടുത്ത നമ്മളെ ഇപ്പൊ തിരുവനന്തപുരത്ത് എപ്പോഴും കാണാതെ ഇതിൽ ആരെങ്കിലും ഒരാള് നമ്മൾ എവിടെയെങ്കിലും കാണും. നമുക്ക് ഇതിനകത്ത് ആർക്കെങ്കിലും ഒരു കാര്യം വന്നു, അത് എനിക്ക് പറഞ്ഞോ നാളെ നമ്മളെ ഈ ഗ്രൂപ്പിനകത്ത്, അതായത് കൈത്താങ് എന്ന് പറയുന്നത് കേരളം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന സാധനമാണ്. കേരളം മൊത്തം അല്ല, വെളിയിലുള്ള ഒരുപാട് പേര്. അപ്പൊ അവർക്കിടയിൽ ഇനി നമ്മൾ ഇതിനകത്തൊരു ആ ഗ്രൂപ്പിനകത്തൊരു വോയിസ് ഇട്ടാൽ അത് ഏറ്റെടുത്ത് നടത്താൻ ഇതിനകത്തുള്ള ഈ ജൂനിയേഴ്സ്
ഇപ്പൊ നമ്മളല്ല ഇതിനകത്തുള്ള എല്ലാവരും സഹകരിച്ച് കൊണ്ടുപോകണം. പിന്നെ ഈ ട്രിപ്പിനെ കുറിച്ച് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ കണ്ണായി ഒരുപാട് കാര്യം അവനെ ഒരിക്കലും കാര്യം അവന്റെ നാക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ ഒരൊറ്റ കഴിവെന്ന് വെച്ചാൽ അവൻ എല്ലാവരും ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും അവന് ഇതുപോലെ ടെൻഷൻ വേറെ ഒന്നുമില്ല. കാര്യം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അവന്റെ മാത്രമല്ല തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. നമ്മൾ ഇതൊരെണ്ണം ചെയ്ത് നാളെ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് വെച്ച് നമ്മളെ കൂടെ വന്നിട്ട് ഈ ലാസ്റ്റ് നിമിഷം മാറിയവരെ അവൻ വരെ റിഗ്രറ്റ് ചെയ്യണം. കാര്യം അയ്യോ പോയില്ലല്ലോ എന്ന്. അതായിരിക്കണം നമ്മുടെ ട്രിപ്പ്. മാത്രമല്ല ഇന്ന് ആലപ്പുഴ ഇലഹാന ബസ്സിൽ അവൻ എന്നെ വിളിച്ചിട്ട് മെസ്സേജ് ഇടണേ അളിയാ എനിക്ക് നമ്മളെ പയ്യന്മാരെല്ലാം വന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. നീ നേരത്തെ എന്ന് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് തന്നെ കണ്ണനാണെങ്കിൽ ഞാൻ അല്ല അത് അവന് ഒരിക്കലും ഞാൻ വേറെ ഒന്നും കൊണ്ടല്ലോ പറഞ്ഞ ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് തരുന്ന കണ്ണനാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തരുന്നവനാണ്. കാര്യം ആ നെഗറ്റീവ് കൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്തെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞില്ല, അവൻ വരില്ല, ഞാൻ വരില്ല. അപ്പൊ അങ്ങനെ ഒരാൾ ഗ്രൂപ്പിൽ പറയുമ്പോ ഈ കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ പോവാത്തോണ്ടാണ് അവൻ പറയണം. ഒരാള് നെഗറ്റീവ് പറയുമ്പോഴും ഒരാള് പോസിറ്റീവ് പറയണം. കാര്യം അവന്റെ അങ്ങനെയല്ല, അവൻ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഇന്നലെ കൂടെ അടിമാരി വന്നില്ലെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോ നമ്മളെ കൂടെ ഉണ്ടാവുന്നവർക്ക് ഒരു വല്ലാത്തൊരു എനർജിയാണ്. ഇങ്ങനെയല്ല, ഇതിങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഇത് സത്യം ആരെന്തിനു പറഞ്ഞാലും ഞാൻ അവനെ കുറ്റം പറയും. ഞാൻ വേറെ ഒന്നുമല്ല, ഇവന്റെ പേര് കിച്ചു കാണിപ്പയ്യെന്ന് വിളിക്കുന്നത്. ഇവ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് അച്ഛനായിട്ട് വരും. പേര് കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ ഞാൻ എന്നുവെച്ചാൽ പല രീതിയിലും. കാര്യം നമ്മള് വയനാട് ആ വിഷയത്തിൽ നമ്മളിവിടെ 2 ആംബുലൻസ് ഇട്ട് അന്ന് ആരെങ്കിലും 1 രൂപയില്ല ഒറ്റ മനുഷ്യൻ്റെ നമുക്ക് പിരിക്കാനും പറ്റൂല. കാര്യം അതിന് തൊട്ട് മുമ്പ് നമ്മളൊരു പിരിവിട്ട് തകർന്ന് നിൽക്കുകയാണ്. അവര് ഞാൻ ഇപ്പൊ ഇവന്റെ അടുത്ത് പറയാം, അളിയാ ഇങ്ങനൊരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് കണ്ണനും. കാര്യം നമ്മളിതിനകത്ത് ഞാൻ കണ്ണൻ രതീഷ് കണ്ണൻ ഞാൻ ഇതിനകത്ത് കാര്യം ഈ നമ്മൾ ഈ 4 ഈ ശ്രീനാഥടക്കം 5 പേര് ഇതിനകത്ത് നമ്മള് ഐഡിയ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. ദൈവമായിട്ട് നമ്മളെ കയ്യിൽ ഓരോന്ന് കൊണ്ടുവരും. നമ്മളെ കയ്യിൽ സെലക്ട് ചെയ്ത് ഓരോ സാധനം തരും. ഇത് നിങ്ങൾ ചെയ്യണം. നമ്മൾ ഇന്ന് വരെയും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി കൈത്താങ് വെച്ച് ഒരു കളിയും കളിച്ചിട്ടില്ല. ഒരു കളിയും പബ്ലിസിറ്റിക്ക് വേണ്ടി. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ 5 പേർക്കകത്തുള്ളതിൽ ആരെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാല് അത് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി നമ്മൾ ചെയ്യും. ഈ ട്രിപ്പിന്റെ കേസ് ഒന്നും ഞാൻ അടിമാലിന്റെ പറയാം, അളിയ നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങി. നമ്മളെ ഈ കൈത്താങ്ങിനകത്ത് നമുക്ക് അറിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി നമ്മളെ ശ്രീജുവിന്റെ നമ്മളെ കൊച്ചിന്റെ ഫണ്ട് റേസിംഗ് വന്നപ്പോൾ എപ്പോഴും ഒരുപാട് ആൾക്കാർ നമ്മൾ നേരിൽ പോലും കണ്ടില്ലാത്ത ഒരുപാട് നമ്മളെ വോയിസ് മാത്രം അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ പൈസ അവർ ബസ്സിന്റെ ഡ്രൈവറാണ്. പിന്നെ അവന്റെ ഓണർ കുറെ സഹായിച്ച്. എന്നാലും നമ്മളെ കൊണ്ടാവണത് നമുക്കൊരു വാശിയായിരുന്നു, ആ സാധനം നമുക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള വാശിയായിരുന്നു. ദൈവം സഹായിച്ച ആ കുഞ്ഞ് സന്തോഷമായിട്ട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന്. അതൊക്കെ വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മളെല്ലാവരും എവിടെ പോയി നമ്മളിപ്പം ഞാനിപ്പം അടിമാലിക്കോ അല്ലെങ്കിൽ ശ്യാമണ്ണോ അല്ലെങ്കിൽ അവരെനിക്കൊരു സഹായം ചെയ്ത് കഴിഞ്ഞാലേ ചിലപ്പം ഞാൻ എല്ലാവർക്കും തിരിച്ചു ചെയ്യണത്. അവര് വേറെ എവിടെയും പോയി കിടക്കുമ്പം വേറെ ആരെങ്കിലും ആയിരിക്കും പോയി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതൊരു നമ്മളൊരു കൈത്താങ്ങ ഗ്രൂപ്പ് എന്ന സാധനം എന്ന് പറഞ്ഞാൽ അതൊരു പൊളി സാധനമാണ്. ഞാൻ കണ്ടതിൽ AKDF ഗ്രൂപ്പുണ്ട്, പൊളിയാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലാ അഡ്മിൻ്റെക്കാരനായിരുന്നു. പക്ഷെ എന്നാലും അതിനെക്കാട്ടി ഇപ്പോൾ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണ് കൈത്താങ്. നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ എല്ലാ ഡ്രൈവർമാരും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംരംഭം തുടങ്ങി വെച്ചാണ്. നമ്മൾ തുടങ്ങി വെച്ചെന്നുള്ളത് ശ്യാമചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് അടുത്ത് വരുന്ന ആൾക്കാർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് സെലക്റ്റീവായിട്ട് എടുക്കുകയുള്ളൂ, വേറെ ഒന്നുമല്ല. ഈ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയെങ്കിലും ഇതിൽ കിടന്ന് ഏറ്റവും എഫക്റ്റ് എടുത്തിട്ടുള്ളത് ഒന്ന് കണ്ണായി, ഒന്ന് അടിമാലി, ശ്യാം ചേട്ടായി, പിന്നെ രതീഷ് ചേട്ടായി. രതീഷ് ഇതിനകത്ത് രതീഷിന്റെ ഒരു പ്ലസ് പോയിന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റെടുക്കാൻ പൈസ അത് ആ എമൗണ്ട് ഏറ്റെടുക്കാനും അവന്റെ ഭാര്യയും അവനും കൂടി ഇരുന്ന് അത് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് പൈസ തന്ന് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ ആരും ഏറ്റെടുക്കില്ല, അത് ഉറപ്പായിട്ടും അതെ. പക്ഷേ ഇവൻ ഈ 2-3 പ്രാവശ്യം അവനെ ഞാൻ വിളിച്ചു പറയടാ നീ ഒന്ന് ഏറ്റെടുക്ക്, എന്നാൽ ഇത് എൻ്റെ ഈ വണ്ടിയുടെ കാര്യങ്ങളും കുറേ എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ മാറുന്നതുകൊണ്ട് എനിക്കത്. പക്ഷേ അവനത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇനി അപ്പോൾ ഈ ഒരു പൊക്കി പറയുന്നതല്ല, ഇന്നത്തെ എല്ലാവരും ഒരുപോലെ ഉള്ളൂ, ആരെയും നമ്മൾ പൊക്കി പറയേണ്ട കാര്യമില്ല. പക്ഷേ അവൻ അത്രയും ഒരു റിസ്ക് എടുത്തത് ചെയ്തുകൊണ്ടാണ്
1 രൂപ പോലും അതിനകത്തൊന്നും ഒന്നും മാറാതെ കറക്റ്റായിട്ട് നമുക്ക് ആ കൈത്താങ്ങിൽ അവരുടെ എല്ലാം എത്തിച്ചിട്ടുണ്ട്. കേരളക്കരെ അതായത് തിരുവനന്തപുരം ജില്ലയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇനി ആർക്കും തകർക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ കാവിൽ ഹോളീസിന്റെ പ്രിയങ്കരനായ നമ്മുടെ പൊന്നമ്മനെ പുത്രൻ ക്രിസ്തുവിനെ നമ്മൾ ഈ വേദിയിലേക്ക് ഭാരതവുമായി സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ കയറി അങ്ങനെയൊന്നും പറഞ്ഞ ആരെയൊന്നും വിചാരിക്കുകയും ചെയ്യില്ല. മുട പറഞ്ഞൊന്നുമല്ല. ഞാനും കണ്ണനും കൂടെ പ്ലാൻ ചെയ്തതാണ്. ഞാൻ അവനായിട്ടുള്ള പേഴ്സണല് എടുത്ത് വോയിസ് എടുത്ത് നോക്ക്, എടുത്ത് ആളെ കാണിച്ചു കാണിച്ചു. അങ്ങനെ ആള് കുറവാകുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ആദ്യമേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. 34 ഞാൻ 28 വരെയാണ് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷെ നമുക്ക് നമ്മളെ ട്രിപ്പ് വിജയിപ്പിക്കണമല്ലോ. അതുകൊണ്ട് കയറി ഇന്നലെ അങ്ങനെ കയറി സംസാരിച്ചിരുന്നുള്ളൂ. ആരും ഒന്നും വിചാരിക്കില്ല ഞാൻ വേറെ ഒരു പാവമാണ്. അതെനിക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ആ ഭാവമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്തതും ബാക്കിയെല്ലാം നമ്മുടെ JX എക്സ്പെഡീഷൻ. ഇനി 2 പേരുള്ളൂ, മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചേട്ടൻ പറയാൻ മടിയാണെങ്കിൽ ചേട്ടൻ ഏത് ഫീൽഡാണ് എവിടെയാണെന്ന് പരിചയപ്പെടുത്തിയാൽ മാത്രം മതി. നമ്മള് വേറൊന്നുമല്ല, എനിക്ക് 35 വയസ്സായുള്ളൂ. ഇതൊക്കെ എന്താ ഒരു 28 വയസ്സ് വരും. പക്ഷേ 2 പിള്ളേരെ തന്തേനാണ്. നമ്മള് ഈ പരസ്യങ്ങളിൽ സന്തൂർ മമ്മി എന്ന് പറയും. പക്ഷെ സന്തൂർ ഡാഡി എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ ജയസോട് സംസാരിക്കുമ്പോ എല്ലാം തീർന്നു കഴിഞ്ഞല്ലോ. എന്റെ പേര് രതീഷ് എന്നാണ്. അനന്തു ട്രാവൽസ് ആണ് എന്റെ ട്രാവൽസിന്റെ പേര്. സ്വന്തമായി നടത്തുന്ന ട്രാവൽസ് ആണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാരും കൂടെ ചേർന്ന് നടത്തുന്ന ട്രാവൽസ് ആണ്. അവനോട് ആരോഗ്യം അവനാണ് നിലനിർത്തുന്നത്. കുറച്ച് കുടിച്ച് അല്ലെങ്കിൽ ഇഷ്ടംപോലെ വഴി കിടക്കുന്ന പാല്, മോര്, തൈര് ഇത് കുടിച്ചൂടെ. പക്ഷെ നീ ആവാസനാണ്. നീ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കറങ്ങിയാണ് നീ. ഇന്നവരെ നമ്മളെ ജയസ് എന്ന സംസാരിക്കുന്നതായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇങ്ങനൊരു ട്രിപ്പ് ഞാൻ നടക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പം ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമേ പറഞ്ഞോളൂ അതിനെപ്പറ്റി. അപ്പം തിരുവനന്തപുരത്ത് ഇത്രയും പാക്കേജും വണ്ടിക്കാരും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും പക്ഷേ ഇന്നിപ്പം എൻ്റെ ഒരു പേരിൽ ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ എനിക്കതിൽ അതിയായ അഭിമാനമുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ അതിൽ തന്നെ ഇപ്പം മുതിർന്ന ആൾക്കാർ, ഇപ്പം അടിമാലി, ഇപ്പം എൻ്റെ ദീശേട്ടൻ, നമ്മുടെ ശ്യാമേട്ടൻ, പിന്നെ കണ്ണൻ ചേട്ടൻ, ലാലിച്ചേട്ടൻ. ഞാൻ ആദ്യമേ ഈ ടൂറിസ്റ്റ് ബസ് വീട്ടിൽ വന്നപ്പോൾ കണ്ട മനുഷ്യനല്ല ലാലിച്ചേട്ടൻ. അടിമാലിയെ കാണുന്നതിനെ കണ്ടതല്ല ലാലിച്ചേട്ടൻ. അല്ല, ഞാൻ കഥ പറയണമെന്ന് വിചാരിക്കില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാനാണ്. ഞാനിപ്പോൾ ഇന്നീ ഒരു JS എക്സ്പെഡിഷൻ സംഭവത്തിൽ വന്ന് നിൽക്കുമ്പം ഞാൻ വന്ന ആ ഒരു സംഭവത്തും എനിക്കിപ്പോൾ അതെല്ലാം മനസ്സിൽ ഓർമ്മ വരുന്നത്. അടിച്ചിട്ട് പറയുന്നതല്ല, എനിക്കതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ 1 മിനിറ്റിൽ 5 മിനിറ്റിൽ തീരുന്ന പരിപാടിയൊന്നും ഇല്ല ഇത്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഒരു സംഭവം തുടങ്ങിയപ്പോൾ എന്നെ അടിച്ചമർത്താനും എല്ലാത്തിനുമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ നിന്ന കുറച്ച് വണ്ടിക്കാരുണ്ട്. ആ വണ്ടിക്കാർ മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അതിലെനിക്ക് അത്രയധികം സന്തോഷമുണ്ട്. ഇപ്പം കാവിൽ കിച്ചു, കിരണ്, പിന്നെ അടിമാലി, പിന്നെ വിഷ്ണുവിൻ്റെ ദേവാനന്ദ്, പിന്നെ കണ്ണൻ ചേട്ടൻ, വി സോഫ്റ്റ്, അല്ല എനിക്കറിയാം, പിന്നെ രതീശേട്ടൻ, പിന്നെ ഇവരെല്ലാവരും ചെറിയ 1-2 ഓട്ടങ്ങളായിരുന്നാലും ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് വണ്ടി തരിക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാനൊരു ട്രിപ്പിന് വിളിക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ വരാൻ കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരാതിരിക്കുന്ന പറഞ്ഞാൽ എനിക്കിപ്പോൾ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓട്ടോ ഓടിയ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വരാതിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വിഷമമുള്ള ആൾക്കാരായിരിക്കും അതിൽ വരാതിരുന്നെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു വിഷയമില്ല. ഇപ്പോൾ 45 പേർക്കുള്ള റേറ്റ് ഇട്ടാണ് 4000 രൂപ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം 35 പേരെന്നുള്ള സംഭവം ഇന്നലെ ഇട്ടു. പക്ഷെ അത്രയും ആൾക്കാരില്ല. അതിലിപ്പോൾ എന്ത് നഷ്ടം വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത്രയും ആൾക്കാർ വന്ന് സഹകരിച്ചതിലും എല്ലാത്തിലും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പുതിയ 1-2 ആൾക്കാരുണ്ട്. നമ്മുടെ അഖിൽ ബ്രോ, പിന്നെ ടിനി ചേട്ടൻ, ഇവരെയൊക്കെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്.
കാലിക്കുപ്പി അവരൊക്കെ നമ്മുടെ വിക്കിയുടെ ടീമുകളാണ്. വിക്കിയൊക്കെ ഇപ്പം ഞാനിപ്പോൾ ട്രിപ്പ് വിടുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട് ഞാൻ വിടുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യമാണ് പറയാം. ഇപ്പം കൈത്താങ്ങിൻ്റെ കേസ് പോയി വണ്ടിക്കകത്ത് സംസാരിച്ചായിരുന്നു. അപ്പോൾ കൈത്താങ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർമാർ ക്ലീനർമാർ എന്ന സംഭവത്തിൽ തുടങ്ങിയ പരിപാടിയാണത്. അപ്പോൾ നമ്മുടെ ശ്രീജിയോടിൻ്റെ മോളുടെ പരിപാടി വന്നപ്പോൾ മോളുടെ സർജറിയുടെ കേസ് വന്നപ്പോഴാണ് ഇപ്പോൾ കൈത്താങ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ? എല്ലാവരും അതിൽ സംഭവം മുന്നിട്ട് നിന്നെങ്കിലും പാക്കേജുകാരെന്ന രീതിയിൽ നിന്നതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ നിന്ന് സ്റ്റേബി അവരൊക്കെ ഇതിലൊക്കെ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൽ എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ വണ്ടിക്കാർ മാത്രമല്ല, ഇപ്പോൾ പാക്കേജുകളെന്ന് പറയുമ്പം നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാരൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. വണ്ടിക്കാരെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല, പാക്കേജുകാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും കിട്ടാത്തൊരു സപ്പോർട്ട് നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ അല്ലൂസിൻ്റെ ചിക്കുവിൻ്റെ മോൻ മരിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പാക്കേജിലായിട്ട് അങ്ങനെ എനിക്കവനെ അറിയത്തില്ല, എനിക്ക് നേരിട്ടൊന്നും പരിചയമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളെല്ലാം അതിൽ നമ്മളുടെ ഒരാളായിട്ടൊക്കെ കണ്ടുകൂട്ടി നമ്മൾ പരിചയപ്പെട്ടു. നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റിയതിലൊക്കെ സന്തോഷമൊന്നുമില്ല, ഒരു ദുഃഖകരമായിട്ടൊരു സംഭവത്തിലാണ് നമ്മൾ പങ്കെടുത്തതെങ്കിലും നമുക്കതിലൊക്കെ നമ്മുടേതായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് ഇതേ സന്തോഷമുണ്ട്. അപ്പം ഈ ഒരു ട്രിപ്പ് എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതിൽ എന്ത് നഷ്ടം, ഇപ്പം ഞാൻ പറഞ്ഞൊരു റേറ്റ് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ എന്ത് നഷ്ടം വന്നിരുന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. എല്ലാവരും അടിച്ചു പൊളിക്കുക. എന്നെക്കാട്ടിയും എൻ്റെ പ്രായത്തിലുള്ളവരും എന്നെക്കാട്ടിയും വലിയ മുതിർന്ന ആൾക്കാരും എന്നെക്കാട്ടിയും വലിയ താഴ്ന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അതൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഈ ട്രിപ്പ് വളരെ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. അതിനെല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. അകത്തുള്ള നീണ്ട പരിചയപ്പെടുത്തലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കാപ്പ് കുടിക്കാൻ വേണ്ടി നമ്മൾ എലമേൽ കഴിഞ്ഞ് നമ്മളെ HP പുതിയ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. കാപ്പ് കുടിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. മുട്ടക്കറി അപ്പം എന്തൊക്കെയാണ് കഴിക്കാൻ. അങ്ങനെ നമ്മളെ ചെറുക്കൻ, നമ്മളെ ഭാഷ തന്നെ ഇതുവരെ കാണിച്ചില്ല. എൻ്റെ ചെറുക്കൻ നമ്മളെ ഭാഷ അതാ എല്ലാവരെയും വഹിച്ചുകൊണ്ട് നിലമേൽ വരെ എത്തിയിട്ടുണ്ട് ചെറുക്കൻ. നറുക്കിട്ടപ്പോൾ എൻ്റെ ചെറുക്കൻ്റെ പേരാണ് വീണത്. എല്ലാവർക്കും ഇതിൽ കയറി പോകാനായിരിക്കും ഇന്ന് യോഗം. അപ്പോൾ ഗായ്സ് എല്ലാവരും കാപ്പ് കുടിക്കുന്ന തിരക്കിലാണ്. ഞാനും പോയി കാപ്പ് കുടിച്ചിട്ട് വരാം. സുന്ദരി വാ, കാപ്പ് കുടിക്കുക സുന്ദരി വാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ടക്കറിയാണ്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര മുട്ട കിട്ടി? 2. എനിക്ക് 3. എനിക്ക് ഒരെണ്ണേ തന്നുള്ളൂ. വീണ്ടും പോയി ചോദിച്ച് വാങ്ങണം. കഴിച്ചോ? ചോദിച്ച് വാങ്ങിച്ചു ഇല്ല. പാതിയെങ്കിലും പറ്റെടുത്തുണ്ടായി. അങ്ങനെ നമ്മൾ വാഗമൺ അങ്ങനെ ഓടി എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവിടെ നിന്നാണ് ഫുഡ്. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് കയറി നിൽക്കുകയാണ് റെസ്റ്റോറൻറ്റ്. നമ്മളെത്തിയിട്ടുണ്ട് വാഗമൺ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വിശന്ന് കുടൽ കരിഞ്ഞു എല്ലാവരെയും. നേരെ കഴിക്കാൻ പോകണം. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കളഞ്ഞിട്ടുള്ളൂ. ഇവരെ കല്യാണമാണ് അടുത്ത മാസം 2-ാം തീയതിയാണ്. ശിവനാണ് താലി എടുത്ത് കൊടുക്കുന്നത്. അല്ലേ ശിവനാണ് പൂത്ത് വായിക്കുന്നത്. ഓ അടിപൊളി ക്രൗഡ്. ലിപ്പും കാര്യങ്ങളും എല്ലാം തട്ടുന്നതുകൊണ്ട് കട്ടയും പറക്കി നടക്കുകയാണ് കണ്ണൻ ചേട്ടനൊക്കെ. അപ്പോൾ ഗായ്സ് അങ്ങനെ ചെറിയൊരു ടേണിങ് ആണ്. അത് വളയാൻ വേണ്ടി വണ്ടി വന്ന് നിൽക്കുകയാണ്. ലിപ്പൊക്കെ പിടിക്കുന്നതുകൊണ്ട് നല്ല സൂക്ഷ്യം കണ്ടേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ ഡ്രൈവർമാരും കിളിമാരും ആയതുകൊണ്ട് ടെൻഷൻ ഇല്ല. കിച്ചോണിനൊക്കെ സൈഡ് പറയാനുള്ളതുകൊണ്ട് വണ്ടി വരുമെന്നാണ് പ്രതീക്ഷ. ചെറിയൊരു പാലം. ഇത് കയറിപ്പോരും. വരട്ടെ.
തടിക്കട്ടെ കണ്ണഞ്ചാന്റെ കയ്യിലുണ്ട്. പ്ലയങ്കാരെ ആ റബ്ബർ തന്നെ കുഴപ്പമില്ല, കയറിപ്പോയി. ലിപ്പ് വയ്ക്കുമ്പോൾ ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. ഇനി പ്ലേറ്റ് അടിച്ച് പൊക്കണം വണ്ടി. ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. വണ്ടി വളങ്ങി വരാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. സൈഡാണ് വിഷയം, ആ സൈഡാണ് പ്രശ്നം. കറക്റ്റ് വണ്ടി അവിടെ നിന്ന് എവിടവും പിടിക്കാതെ, അത് പിടിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അടിവരണ്ട, നോക്കി പിടിച്ചോ. വണ്ടീനെ വഹിച്ചോണ്ട് നടന്നു വരികയാണ് അകത്തിരുന്നവരെല്ലാരും. കേസണ്ണന്റെ എന്തായാലും റൂം ഇഷ്ടപ്പെട്ട്. ഇനി ഇതേപോലത്തെ വളവുകളെല്ലാം ഉണ്ടോ? ആർക്കറിയാം. അങ്ങനെ നമ്മൾ ഫൈനലി കഷ്ടപ്പെട്ട് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഗ്രീൻ ഹിൽ എസ്റ്റേറ്റ് റിസോർട്ടിൻ്റെ പേര്. എല്ലാവരും ബാഗൊക്കെ എടുത്ത് വെളിയിലിറങ്ങി റൂമിലോട്ട് പോവുകയാണ്. വണ്ടി സേഫായിട്ട് എസ്റ്റേറ്റിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് കൊളയട്ടയൊക്കെ ഉണ്ട്. കാലിലൊക്കെ കടിക്കും. 1-2 പേരെ കാലിലൊക്കെ കിട്ടി. ബ്ലഡ് ഇഞ്ചി എടുക്കാൻ വേണ്ടി കയറുന്നതാണ് പണ്ടാരങ്ങൾ.